അല്ലെങ്കിൽ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഇത് ആക്ച്വലി 3 dimension ജോമെട്രി നമ്മൾ ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്തായാലും വരും എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബേസ് ക്വസ്റ്റൻ അതാണിത് അല്ലേ. ഇവിടെ എന്താണ് the sum of all values of alpha for which shortest distance between lines ലൈൻ ആയിരിക്കാം. ഒന്ന് എക്സ് പ്ലസ് 1 ആൽഫ, അതെന്താണ് എക്സ് മൈനസ് 1 ആൽഫ, പിന്നെയോ y മൈനസ് 2 മൈനസ് 1, പിന്നെയോ z മൈനസ് 4 മൈനസ് ആൽഫ അല്ലെ. അടുത്ത ലൈൻ ആരാ എക്സ് ബൈ ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 0 ആൽഫ അല്ലേ, പിന്നെയോ y മൈനസ് 1/2, പിന്നെയോ z മൈനസ് 1/2 ആൽഫ അല്ലെ. ഇവ തമ്മിൽ ഡിസ്റ്റൻസ് എന്താന്ന് പറഞ്ഞത് √2 ആണ് അല്ലെ. അങ്ങനെ നമുക്ക് എന്ത് കാണാം, സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ആൽഫ കാണാം അല്ലെ. ആൽഫക്ക് പോസിബിൾ ആയുള്ള എല്ലാ വാല്യൂസും സം ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും x1 y1 z1 ആരോടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോമുല എല്ലാവർക്കും അറിയില്ലേ. അത് കാണെങ്കിൽ x1 y1 z1 ആരോടെ -1 2 4 അല്ലേ, -1 2 4. x2 y2 z2 ആരോടെ 0 1 1 അല്ലേ, 0 1 1 അല്ലെ. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് കാണുന്ന ഫോമുല എന്താ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോമുല എന്താ, ഡിറ്റർമിനന്റ് ഓഫ് x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. അപ്പം എന്തിനാ x2 മൈനസ് x1 എത്രയാ 0 മൈനസ് മൈനസ് 1 1 അല്ലേ, y2 മൈനസ് y1 1 മൈനസ് 2 മൈനസ് 1 അല്ലേ, z2 മൈനസ് z1 1 മൈനസ് 4 മൈനസ് 3 അല്ലേ അല്ലെ. സെക്കൻഡ് റോ എന്ത് വരാ, ഇവിടെ താഴെ കാണുന്ന ആളല്ലേ ആൽഫ -1 മൈനസ് ആൽഫ അല്ലെ, ആൽഫ -1 മൈനസ് ആൽഫ. തേർഡ് റോ ഇവിടെ കാണുന്ന ആളല്ലേ ആൽഫ 2 ആൽഫ, ആൽഫ 2 ആൽഫ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എന്താ വരാ 2 ആൽഫ മൈനസ് മൈനസ് ആൽഫ 3 ആൽഫ അല്ലേ, സ്ക്വയർ എന്താ 9 ആൽഫ സ്ക്വയർ പ്ലസ് സെക്കൻഡ് തേർഡ്. അപ്പം എന്താ -2 ആൽഫ മൈനസ് 2 ആൽഫ 0 അല്ലേ, പ്ലസ് ഫസ്റ്റും ലാസ്റ്റും അതെന്താ 2 ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ 3 ആൽഫ സ്ക്വയർ അല്ലേ, 3 ആൽഫ സ്ക്വയറിന്റെ സ്ക്വയർ 9 ആൽഫ റേസ്റ്റ് 4 അല്ലേ അല്ലെ. ഇതിന്റെ വാല്യൂ എന്താണ് √2 ആണ്. എന്നാലേ നമുക്കറിയാം ഡിസ്റ്റൻസിന്റെ ഫോമുലയില്ലേ ഇവിടെ മോഡുലസ് ഉണ്ടാവില്ലേ അല്ലെ. ഡിസ്റ്റൻസിന്റെ ഏത് ഫോമുല അവിടെ നിന്ന് മോഡുലസ് ഉണ്ട് അല്ലെ. ആ മോഡുലസ് ഒഴിവാക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ +or- കൊടുക്കണ്ടേ, കൊടുത്തു. ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണ് വിചാരിക്കുന്നത്. ഇനി ഇവിടെ ആകെ അൺനോൺ ആൽഫ മാത്രമേ ഉള്ളൂ അല്ലെ. ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ആൽഫ കിട്ടും അല്ലെ. ഈ കാണുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ആൽഫ കിട്ടില്ല. ഇവിടെ ആകെ അൺനോൺ ആൽഫയേ ഉള്ളൂ. അപ്പോൾ ആ കാണുന്ന ഇക്വേഷൻ സോൾവ് നമുക്ക് എന്ത് കിട്ടണം, ആൽഫ കിട്ടണ്ടേ. ഞാൻ സോൾവ് ചെയ്ത് നിൽക്കണേ. ഫസ്റ്റ് റോ ബേസ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം എന്തിനാ പ്ലസ് മൈനസ് പ്ലസ് +1 ഇൻറ്റു റോയും കോളവും ഒക്കെ ബാക്കി എന്താ 2 ആൽഫ -2 ആൽഫ അല്ലെ, -2 ആൽഫ -2 ആൽഫ 0 അല്ലേ വരിക, പിന്നെ -1 +1 അല്ലേ അല്ലെ. അത് ഉൾപ്പെടുന്ന റോയും കോളൊക്കെ ബാക്കി എന്താ 2 ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ 3 ആൽഫ സ്ക്വയർ അല്ലേ വരിക, പിന്നെ -3 അത് ഉൾപ്പെടുന്ന റോയും കോളൊക്കെ ബാക്കി എന്താ 2 ആൽഫ മൈനസ് ആൽഫ 3 ആൽഫ അല്ലേ വരിക. താഴെ എന്താ 9 ആൽഫ സ്ക്വയർ പ്ലസ് 9 ആൽഫ റേസ്റ്റ് 4 അല്ലെ, √ ഓഫ് 9 ആൽഫ സ്ക്വയർ പ്ലസ് 9 ആൽഫ റേസ്റ്റ് 4. ഇതിന്റെ വാല്യൂ എന്താ +or- √2. അപ്പൊ എന്തായി ഇത് 3 ആൽഫ സ്ക്വയർ മൈനസ് 9 ആൽഫ അല്ലേ, 3 ആൽഫ സ്ക്വയർ മൈനസ് 9 ആൽഫ ഡിവൈഡ് ബൈ. വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് √9 പുറത്തെടുക്കാലോ. √9 പുറത്തെടുത്ത് 3 അല്ലേ വരിക അല്ലെ. എടാ റൂട്ട് ആൽഫ സ്ക്വയർ പുറത്തെടുക്കാലോ അല്ലെ, √ ആൽഫ സ്ക്വയർ പുറത്തെടുത്ത് ആൽഫ അല്ലേ വരിക അല്ലെ. ബാക്കി എന്താ 1. എടാ √9 പുറത്തേക്ക് വന്നു. എടാ ശരിക്കേ √ ആൽഫ സ്ക്വയർ പുറത്തേക്ക് മോഡ് ആൽഫ വരിക അല്ലെ. ഇവിടെ +or- കൊടുത്തോണ്ടേ അത് ഓൾറെഡി എന്താണ് അത് അവിടെ എന്ത് അലിഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ശരിക്കും ഇവിടെ മോഡുലസ് അല്ലേ, ആ മോഡുലസ് ഞാൻ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മോഡ് ആൽഫ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ. അപ്പം എന്തിനാ അപ്പോൾ 9 ആൽഫ സ്ക്വയർ പുറത്തെടുത്തു അല്ലെ. ബാക്കി ഇവിടെ 1 അല്ലേ വരിക, ബാക്കി 1 അല്ലെ. ഇവിടെ 9 ആൽഫ സ്ക്വയർ പോയി ബാക്കി എന്താ ആൽഫ സ്ക്വയർ അല്ലേ വരിക. ഇതിന് വാല്യൂ എന്താ +or- √2 അല്ലെ. കട്ട് ചെയ്യാം. 3 കട്ട് ചെയ്താലേ ഈ 3 പോയി 9 3 ആവൂലേ അല്ലെ. ആൽഫ കട്ട് ചെയ്ത് ഈ ഒരു ആൽഫ പോയി ഇവിടെ ആൽഫ പോയി അല്ലെ. ബാക്കി എന്താ വരിക, കാൽക്കുലേഷൻ ശ്രദ്ധിക്കാൻ മാത്രമാണ്. വേറെ എന്താ ഇവിടെ ആൽഫ ബാക്കിയുണ്ട് അല്ലെ. അപ്പൊ എന്താടാ ഇപ്പൊ കിട്ടി എന്താ ഈ 3 ആൽഫ സ്ക്വയറിൽ 3 ആൽഫ സ്ക്വയർ പോയി ബാക്കി ആൽഫ അല്ലേ വരിക, ആൽഫ മൈനസ് ഇവിടെ 9 ആൽഫയിൽ ബാക്കി 3 അല്ലേ വരിക ഡിവൈഡ് ബൈ താഴെ √1 + ആൽഫ സ്ക്വയർ √1 + ആൽഫ സ്ക്വയർ അല്ലെ. അതിന്റെ വാല്യൂ എന്താ +or- √2 അല്ലേ. ആൽഫയിൽ നമുക്ക് കാണുന്നത് ഞാൻ 2 ഭാഗം സ്ക്വയർ ചെയ്യാം കേട്ടോ. 2 ഭാഗം സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ ആൽഫ -3 സ്ക്വയർ അല്ലേ വരിക
അല്ലെ എന്താ ആൽഫ മൈനസ് സ്ക്വയർ ആൽഫ സ്ക്വയർ പ്ലസ് 6 ആൽഫ മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് 6 ആൽഫ പ്ലസ് 9 റൂട്ട് 1 പ്ലസ് ആൽഫ സ്ക്വയർ എന്താ 1 പ്ലസ് ആൽഫ സ്ക്വയർ അല്ലെ ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് റൂട്ടിന്റെ സ്ക്വയർ 2 അല്ലേ വരിക അപ്പൊ എന്തായി ആൽഫ സ്ക്വയർ മൈനസ് 6 ആൽഫ പ്ലസ് 9 ഇത് ഇങ്ങോട്ട് പോയാലേ 2 × 1 2 അല്ലേ വരിക ആൽഫ സ്ക്വയർ 2 എന്താ 2 ആൽഫ സ്ക്വയർ അല്ലേ വരിക അല്ലെ ഈ ടേം ഇങ്ങോട്ട് എന്തായി 2 ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ എന്താ ആൽഫ സ്ക്വയർ അല്ലെ മൈനസ് 6 ആൽഫ ഇങ്ങോട്ട് എന്തായി പ്ലസ് 6 ആൽഫ ആയി അല്ലേ പ്ലസ് 6 ആൽഫ അല്ലേ അല്ലെ ഇത് എന്താ 2 മൈനസ് 9 മൈനസ് 7 ആവില്ലേ അപ്പൊ എന്തായി ആൽഫ സ്ക്വയർ പ്ലസ് 6 ആൽഫ മൈനസ് 7 ആയി അല്ലെ ആൽഫ സ്ക്വയർ പ്ലസ് 6 ആൽഫ മൈനസ് 7 ആയി അല്ലെ ഇത് കിട്ടി ഇനി ചോദിച്ചെന്താ സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ആൽഫ അല്ലേ എടാ ഇത് കാണണമെങ്കിൽ നമുക്ക് ആൽഫന്റെ വാല്യൂ ഒന്നും കാണേണ്ട ആവശ്യമില്ല കാരണം എന്താ സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ആൽഫ കാണേണ്ടത് അല്ലെ എടാ ഇത് ആൽഫ സ്ക്വയറിൽ ഒരു ക്വാഡ്രാറ്റിക് ക്വസ്റ്റൻ അല്ലേ അല്ലെ ഇത് സോൾവ് നമുക്ക് ആൽഫ അല്ലേ കിട്ടുക അതിനർത്ഥേ ഇതിന്റെ റൂട്ടുകളല്ലേ ആൽഫ അല്ലെ ആ ആൽഫന്റെ സം ആണെങ്കിൽ സം ഓഫ് റൂട്ട് കണ്ട പോലെ അല്ലെ എന്താ സം ഓഫ് റൂട്ട്സ് മൈനസ് ബി ബൈ അല്ലേ ഇതല്ലേ കാണേണ്ടത് സോ മൈനസ് ഓഫ് ബി ആരാ 6 ബൈ 1 അല്ലേ സോ മൈനസ് 6 അല്ലേ ആൻസർ വരിക അല്ലെ എടാ എന്താ നമുക്കിത് കാണണമെങ്കിൽ ഇത് ചെയ്യണമെങ്കിലേ ആൽഫ കാണുന്നില്ല കാരണം എന്താ ആൽഫ കാണാണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് കാണേണ്ടത് സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ആൽഫയാണ് സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാലേ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ടാണ് ആൽഫ അപ്പൊ സം ഓഫ് റൂട്ട്സാണ് കാണേണ്ടത് സം ഓഫ് റൂട്ട്സ് മൈനസ് ബി വൈ ആണ് അത് ചെയ്ത ആൻസർ ആയി -6 ആൻസർ ചെയ്ത